വെൽക്കം ടു ഷാഹി ഇഫക്റ്റ്. കർഷകദ്രോഹ നടപടികൾക്കെതിരെ വന്യമൃഗ ശല്യത്തിനെതിരെ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത സർക്കാരിനെതിരെയും ഹോർട്ടികോർപ്പിൽ പച്ചക്കറി ശേഖരിക്കുന്നതിൻ്റെ അഭിപ്രായ ഭിന്നതയെ തുടർന്നും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന കൃഷി നാശത്തെക്കുറിച്ചുമുള്ള ആശങ്കകളും പ്രശ്നങ്ങളും വന്യജീവികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കണമെന്നും മറ്റു കൃഷിയിൽ നിന്നും വന്യമൃഗ ശല്യങ്ങളിൽ നിന്നും രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തര പ്രതിഷേധങ്ങൾക്കൊടുവിൽ കൃഷിമന്ത്രി പ്രസാദിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവും മാർച്ചും നടത്തി കർഷക കോൺഗ്രസ് പ്രവർത്തകർ. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാജിഷ് മാത്യൂസ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് തോംസൺസ് ലോറൻസ് തുടങ്ങി വനിതാ പ്രവർത്തകരും അടങ്ങുന്ന വൻ കർഷക പ്രതിഷേധം കൃഷിമന്ത്രി പ്രസാദിൻ്റെ ഔദ്യോഗിക ഭവനത്തിൽ അരങ്ങേറുകയായി. പ്രതിഷേധക്കാർക്കു നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കർഷക കോൺഗ്രസിൻ്റെ പ്രതിഷേധ പ്രകടനത്തിൻ്റെ വിശദമായ വാർത്തകളും വിശേഷങ്ങളും. കേരളത്തിലെ കൃഷിമന്ത്രിയുടെ വസതിയിലേക്ക് കർഷക നടത്തുന്ന ഈ സമരം കേരളത്തിൽ പാലക്കാടും കോട്ടയത്തും ആലപ്പുഴയിലും കുട്ടനാട്ടിലും അടക്കം കേരളത്തിലെ നെൽകർഷകർ അവര് 90 ദിവസം 120 ദിവസം കഷ്ടപ്പെട്ട് വയലിൽ പണിയെടുത്ത് അവര് കൊയ്ത നെല്ല് സപ്ലൈകോയ്ക്ക് നൽകിയിട്ട് ആ മതി, ടൈറ്റായിട്ട് പിടിച്ചാൽ മതി. മതി, പോലെ 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 ഉണ്ട്. കേരളത്തിലെ കർഷക സമൂഹം ഇങ്ങോട്ട് ഒതുങ്ങുന്ന എല്ലാവരെയും കിട്ടും. അങ്ങോട്ട് ഇങ്ങനെ ചേട്ടാ ചരിക്ക് ഇങ്ങനെ നിന്നാൽ നിങ്ങൾ ആരെ
നമുക്ക് കിട്ടും. കാർഷിക പദ്ധതി അട്ടിമറിച്ച്
കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.